Hi everyone, welcome back to a channel Aspiram Education. This is Dr. Fauzi Ahmed. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രോവിങ് ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഫീൽഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, BSc MIT അഥവാ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് BSc MIT എന്ന് പറയുന്ന കോഴ്സ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, BSc MIT എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു, ഒരുപാട് സിംറ്റംസ് പറഞ്ഞു. പക്ഷേ ഈ സിംറ്റംസ് കേട്ടതിന് ശേഷം എപ്പോഴും ഡോക്ടേഴ്സ് എന്തായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത്? നിങ്ങൾ കുറച്ച് ചെക്കപ്പുകൾ ചെയ്തിട്ട് വരാൻ പറയും. ഒന്നെങ്കിൽ എന്തു പറയും? ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ യൂറിൻ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറയും. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പറയും. ആ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്? എക്സ്റേ, അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, MRI, CT, ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുള്ള ഇമേജിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രോഗം പൂർണ്ണമായിട്ടും എന്താണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒരു ഡോക്ടർ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു കുട്ടി ഇപ്പോൾ കയ്യിൽ കുറച്ച് എല്ലൊടിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ അങ്ങനെ ഫ്രാക്ചറായിട്ട് വന്നു. ഡോക്ടറിന് പുറമേ സിംറ്റംസ് കണ്ടപ്പോഴേ കുറച്ചും ഭയങ്കര അസഹ്യമായിട്ടുള്ള പെയിന്, അതുപോലെ തന്നെ കൈ ചെറുതായിട്ട് ഡിസ്ലൊക്കേറ്റ് ആയിട്ടിരിക്കുന്നു. കണ്ടപ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ട് അതൊരു ഫ്രാക്ചറാണ്. ബട്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫ്രാക്ചറാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയാണ്, സർജറി വേണ്ടി വരുമോ, അല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത ഒരു കാസ്റ്റിംഗ് ചെയ്തതിൽ തന്നെ നിൽക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടർ എപ്പോഴും എന്ത് പറയുന്നത്? ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു MRI അല്ലെങ്കിൽ ഒരു CT വേണം എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് നമ്മൾ ഈ BSc MITയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. BSc MIT എന്ന് പറയുന്നത് ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പാരാമെഡിക്കൽ കോഴ്സാണ്. അതിൽ തന്നെ 3 ഇയർ കോഴ്സും 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. BSc MITയുടെ ഒരു ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് 50% അഗ്രഗേറ്റ് സ്കോർ ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നിങ്ങൾക്ക് മിനിമം 50% അഗ്രഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. ഇതിൽ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റും 50% വാങ്ങിച്ച് പാസ്സായിരിക്കണം. അതാണ് ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് നിങ്ങൾ ഈ BSc MIT കോഴ്സിൽ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടലി എന്താണ് സിലബസ് എന്ന് പറയുമല്ല, ഒരു ഓവറോൾ ഐഡിയ നോക്കിക്കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ എല്ലാ മെഡിക്കൽ കോഴ്സുകളിലും, ഇപ്പോൾ നഴ്സിംഗിലാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിലാണെങ്കിലും പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ബേസിക് കോഴ്സുകളുണ്ട്. അതായത് ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണ്, അതായത് ഹ്യൂമൻ അനാറ്റമി, അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡി ഫങ്ഷനിങ് യൂണിറ്റ്സുകൾ എങ്ങനെയൊക്കെയാണ്, അത് ഫിസിയോളജി, ഓരോ സിസ്റ്റംസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മൈക്രോബയോളജി, പത്തോളജി, ഇതൊക്കെയാണ് നിങ്ങൾ ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഓരോ വർഷം, അടുത്ത വർഷം വരുമ്പോഴേക്കാണ് നിങ്ങൾ ബേസിക് ആയിട്ട് എന്തൊക്കെ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇമേജിംഗ് ടെക്നോളജീസ് എങ്ങനെയൊക്കെയാണ്, ഇമേജിംഗ് ഫിസിക്സ് പഠിക്കും, അതുപോലെ തന്നെ റേഡിയേഷൻ ഫിസിക്സ് പഠിക്കും. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഈ ഇമേജിംഗ് പൊസിഷനിങ് എങ്ങനെയാണ്, അത് ഓരോ പേഷ്യൻസിനെയും എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് പൊസിഷൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ മെഷീൻസിനെ പറ്റി നിങ്ങൾ പഠിക്കും. ഇതാണ് ബേസിക്കലി നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി പലർക്കും ഉള്ള ഡൗട്ടാണ്, നമുക്ക് മിക്കപ്പോഴും എൻക്വയറീസ് വരുമ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ള കാര്യമാണ്, MITയിൽ നമ്മൾ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിൽ നമുക്ക് ഭയങ്കരമായിട്ട് റേഡിയേഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യുമോ, ക്യാൻസർ വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകൾ കുട്ടികളുടെ ഇടയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള ഫീൽഡാണ്, എല്ലാത്തിലും റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നത്? നമുക്ക് അതിനുള്ള എല്ലാ ഫീൽഡിലും ഇതിനുള്ള സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടേ നമ്മളെ ആ ഫീൽഡിലേക്ക് ഇറക്കുകയുള്ളൂ. ഇപ്പോൾ റേഡിയേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്നിട്ടാണ് ഒരു പേഷ്യൻ്റെ എക്സ്പോഷർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം നിങ്ങൾ എക്സ്റേ എടുക്കാൻ ഒരു റൂമിൽ പോയി, ഒരു ഡാർക്ക് റൂമായിരിക്കും, റൂമിൽ പോയി നിങ്ങളെ പൊസിഷൻ ചെയ്യും. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഒരു വലിയ ബാരിയറിൻ്റെ അപ്പുറത്ത് ഒരു ലെഡ് ഏപ്രനൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അതെന്താണ്? അത് അവരുടെ സേഫ്റ്റി മെഷറാണ്. ഒരിക്കലും നമ്മൾ ആ റേഡിയേഷനിലേക്ക് എക്സ്പോഷർ ആവുന്നില്ല. നമ്മൾ വളരെ റെയറായിട്ടൊക്കെ നമുക്ക് തീരെ കുഞ്ഞു കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, തീരെ ഇരിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് മാത്രം 1-2 തവണ വല്ലതും നമ്മൾ എക്സ്പോഷർ ആയാലോ, അതും കൂടുതലും പേരൻസ് ആണ് അവരുടെ കൂടെ ഇരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യവും വരുന്നില്ല. പിന്നെ മിക്ക
പെൺകുട്ടികൾക്കും ഒരു ഇങ്ങനെ പേടിയാണ്, പ്രഗ്നൻസി ടൈമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരുപാട് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ നമ്മൾ പ്രിവെൻഷൻസ് എടുത്തിട്ടാണ് ഈ ഫീൽഡിൽ, അതിപ്പോൾ ഏത് ഫീൽഡാണ്, ഇപ്പോൾ MBBS ആണെങ്കിലും BDS ആണെങ്കിലും നഴ്സിംഗിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ റേഡിയേഷനിലേക്ക് നമ്മൾ എക്സ്പോഷർ വരുന്നുണ്ട്. അല്ലാതെ ഈ BSc MIT എന്ന് പറഞ്ഞ കോഴ്സിൽ മാത്രമല്ല ഒരു റേഡിയേഷൻ എക്സ്പോഷറിലോട്ട് നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ BSc MIT പോലെയുള്ള കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നിങ്ങൾക്ക് നേരെ ന്യൂക്ലിയർ മെഡിസിനിലേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഇമേജിംഗ് ടെക്നോളജിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ PGയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഫർദർ ഹയർ സ്റ്റഡീസൊക്കെ നിങ്ങൾക്ക് ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള ഫീൽഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലുള്ളത്. BSc MITയുടെ കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർലി ത്രൂ LBS ആണ്. LBS വഴി നമ്മുടെ +2ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് മാത്രമാണ് അഡ്മിഷൻ നടക്കുന്നത്. പക്ഷേ MITക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടഫസ്റ്റ് കോമ്പറ്റീഷനാണ്. കാരണം വളരെ ചുരുക്കം കോളേജുകൾ മാത്രമാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിൽ ആകെ മൊത്തം 9 കോളേജുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 3 കോളേജ് പ്യുവർലി ഗവൺമെൻറ്, ബാക്കിയുള്ളതെല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസുമാണ്. ഈ 9 കോളേജിലായിട്ട് ആകെ ടോട്ടലി കേരളത്തിലുള്ള സീറ്റ് എന്ന് പറയുന്നത് 135 സീറ്റുകൾ മാത്രമാണ്. ഇതിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ MIT പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ 3 കോളേജുകളിലായിട്ട് 10 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 135 സീറ്റിലും ബാക്കി 30 ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് പാരാമെഡിക്കൽ ഫീൽഡിൽ MIT എന്ന് പറയുന്നത്, കേരളത്തിലെ അഡ്മിഷൻ്റെ ബേസ് നോക്കുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് കൂടുതലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അതർ സ്റ്റേറ്റ് ആണ്. കാരണം ബഡ്ജറ്റ് കുറവും അതുപോലെ തന്നെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും സീറ്റിൻ്റെ ലഭ്യത കുറവും കാരണം കൂടുതലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് തമിഴ്നാട്, കർണാടകയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഒരു ലാബൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് ആവും. കാരണം ഈ എക്യുപ്മെൻറ്റ്സിലൊക്കെ നല്ല കോസ്റ്റ് ആവും. അങ്ങനെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ലാബുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് റിസർച്ച് മേഖലയിലേക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ മെഷീൻസ് ഉണ്ടല്ലോ, അത് ഈ ഇപ്പോൾ MRI അതുപോലെ തന്നെ CT, അൾട്രാസൗണ്ട്, ഇതിൻ്റെയൊക്കെ മെഷീൻസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള മേഖലയിലെല്ലാം വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ന്യൂക്ലിയർ മെഡിസിൻ, ആ ഒരു ഫീൽഡ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ആ ഒരു മേഖലയിലേക്കും നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എക്സാം നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ LBSൻ്റെ നോട്ടിഫിക്കേഷൻ, എങ്ങനെ ഒരു കോളേജ് തിരഞ്ഞെടുക്കാം, അതുപോലെ എത്ര കോളേജുകളാണ് ഓരോ ജില്ലകളിലും അവൈലബിൾ ആയിട്ടുള്ള, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ കോഴ്സ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.